السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله. أما بعد. ഗാന്ധിയോട് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ബാപ്പുജി എന്താണ് ജനാധിപത്യം? ഗാന്ധി പറഞ്ഞത്, നിങ്ങളുടെ ഓട്ട മത്സരത്തിൽ നിങ്ങൾ മാത്രം വിജയിച്ചു എന്ന് കരുതാതെ കൂടെ ചിലർ ഓടിയരും കൂടിയ കരുതുമ്പോഴാണോ ജനാധിപത്യമാകുന്നത്? പിന്നെ ഒരു വാക്കുണ്ട്, ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല. പ്രതിപാദ്യ വിഷയം ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കിടമാകുന്ന ജനാധിപത്യ രാജ്യം. വിശാലമായ ആമുഖങ്ങളിലേക്ക് കടക്കാതെ വിഷയത്തെ ഭാഗ്യമായി സംസാരിക്കുമോ? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഈയിടെയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 12ഓളം ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ വേരോട് പിഴുതെറിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ രാജ്യം സ്വേച്ഛാധിപത്യ വൽക്കരണമാണ് ഈയിടെയായി നടന്നു വരുന്നത്. ബീഫ് കഴിച്ചു എന്ന് ആരോപിച്ച് പാവം അഖ്ലാഖിനെയും പെഹുൽഖാനെയും ഇങ്ങനെ തുടങ്ങി നിരവധി സഹോദരന്മാരെ ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയത് RSSന്റെ ഭീകരരാണ്. ഇനി എത്ര അഖ്ലാഖ്മാർ ഇവിടെ കൊല്ലപ്പെടേണ്ടിയിരിക്കുന്നു? ഇനി എത്ര ഹാഫിദ് ജുനൈദുമാർ ഇവിടെ നഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു? ഇങ്ങനെ രാജ്യത്ത് വളരെയധികം കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2023 ഫെബ്രുവരി 23 ആ ഒരു വലിയ കലാപം നടക്കുന്നു ഡൽഹിയിൽ. അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ഒരു പാവപ്പെട്ട സ്ത്രീ വളരെയധികം RSSന്റെ ഭീകരരുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ ബോധരഹിതയാകുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് പോലീസുകാർ ആ സ്ത്രീയെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് ആ സ്ത്രീ അവിടുന്ന് ബോധം ചെറിയ നിലയ്ക്ക് ബോധം തെളിഞ്ഞ ആ ഒരു അവസ്ഥയിൽ അവിടുന്ന് പോലീസുകാരുടെ വായിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു വാക്കുണ്ട്. എന്തായിരുന്നു അത്? ഹിന്ദുസ്ഥാൻ ഹമാരാ, ഏക് ഭി മുസൽമാൻ ഇധർ നഹി രഹാ ഹൈ. ഇന്ത്യ എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ രാജ്യമാണ്, ഒരു മുസൽമാനെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. എത്ര സങ്കടകരമായ കാര്യമാണ്! ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, ഇവിടെ ധാരാളം വിപ്ലവ പോരാളികളുടെ രക്തം വീണ മണ്ണാണ്, അവരുടെ വിയർപ്പ് വറ്റിച്ച മണ്ണാണ്. ഈ മണ്ണിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യുക, ഇവിടെ നിന്നോ വിട പറയുക എന്നുള്ളത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർത്ത് വെച്ച ഇവിടുത്തെ മണ്ണും വിണ്ണും പങ്കിട്ട് ജീവിച്ചവരാണോ ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ധാരാളം കൊലപാതകങ്ങൾ കാത്തിരിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് അതിനുള്ള പരിഹാരം എന്നോണം ഭൂമുഖത്തിറങ്ങി പ്രതിഷേധിക്കുക. നമ്മുടെ പ്രഹരശേഷിയുള്ള നല്ല ആയുധങ്ങൾ കൊണ്ട്, നല്ല വാക്കുകൾക്ക് മൂർച്ചയുള്ള നല്ല ആയുധങ്ങൾ കൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുക. ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.